കൂൾ ബാറിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മലബാർ സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. കോഴിക്കോടുള്ള ഒരു കൂൾ ബാറിൽ അവർ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണിത്. പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ അവിൽ മിൽക്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അവിലൊന്ന് റോസ്റ്റ് ചെയ്യണം. ഞാൻ 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ബ്രൗൺ കളറുള്ള നല്ല കട്ടിയുള്ള അവിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് പകരം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പൊരിയവിലും യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ കൂൾ ബാറിൽ പൊരിയവിലാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പൊരിയവിലാണ് എടുക്കുന്നതെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല ക്രിസ്പി ആക്കി എടുക്കുക. മിൽക്ക് അവിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 മീഡിയം സൈസുള്ള മൈസൂർ പൂവമ്പഴം അഥവാ പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റീൽ മഗ്ഗോ മറ്റോ എടുത്തിട്ട് പഴം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് തവി വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. പഴം മിക്സിയിലിട്ട് അടിക്കരുത്, ശരിയായി കിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ 2 സ്റ്റൈലിൽ അവിൽ മിൽക്ക് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ കൂൾ ബാറിൽ ചെയ്യുന്ന രീതിയാണ്. ഇനി 250 ml അഥവാ 1 കപ്പ് അളവിലുള്ള 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്കിനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലും ഒരേ അളവിൽ 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 250 ml 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലും അതുപോലെ തന്നെ രണ്ടിലും ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഒഴിക്കേണ്ടത്. കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിലും വെക്കാവുന്നതാണ്. പാക്കറ്റിലൊക്കെ കിട്ടുന്ന പാസ്ചറൈസ്ഡ് മിൽക്കല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം തണുപ്പിച്ചെടുക്കാം. കറക്റ്റ് അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാല് 1 ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ സമയത്ത് ഓരോ ടീസ്പൂൺ വീതം പഞ്ചസാര ഓരോ ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്കിനി അല്പം റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി പീനട്ട്സ് ചേർത്ത് കൊടുക്കണം. നിങ്ങളടുത്തുള്ളത് റോസ്റ്റ് ചെയ്യാത്ത കപ്പലണ്ടി ആണെങ്കിൽ അവിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ബൂസ്റ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ പഞ്ചസാര അല്പം കുറച്ചെടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ അളവിൽ മിൽക്ക് അവിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയുന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ അളവിൽ പഞ്ചസാരയും അവിലും പാലും കപ്പലണ്ടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയ പാടെ തന്നെ പെട്ടെന്ന് തന്നെ കുടിക്കണം, കാരണം അവിൽ കുതിർന്നിട്ട് ടേസ്റ്റേ മാറിപ്പോവും. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കരുത്. തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.